ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മേജീസ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അലീന എറണാകുളത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുകയായിരുന്നു. അതിനായി ഗ്രേസി അമ്മയും മാമച്ചായനും രേവതിക്കുട്ടിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഈ പോകാൻ ഇറങ്ങുന്ന സമയത്താണ് ബാലചന്ദ്രൻ അലീനയെ റൂമിലേക്ക് വിളിക്കുന്നത്. എന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട് അലീനയോട് പോകണ്ട എന്ന്. അങ്ങനെ ഇപ്പോൾ ആകെ വിഷമിച്ചാണ് അലീന താഴേക്ക് ഇറങ്ങി വരുന്നത്. ഇത് കാണുന്ന രേവതിക്കുട്ടിക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്. എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഓടിച്ചെന്ന് മാമച്ചായനോട് പറയുന്നുണ്ട് എന്തോ പ്രശ്നമുണ്ട് എന്ന്. അങ്ങനെ ഇപ്പോൾ അലീന താഴേക്ക് വന്നിട്ട് ഒന്നും മിണ്ടാതെ സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ബാലേന്ദ്രൻ മുകളിൽ നിന്നും വിളിച്ചിട്ട് പറയുന്നുണ്ട്, അതെ, എല്ലാവരും ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കണേ. എനിക്ക് എറണാകുളത്ത് നിന്ന് വന്നവരോട് ഒരു കാര്യം പറയാനുണ്ട്. അലീന ഇന്ന് നിങ്ങളുടെ കൂടെ വരുന്നില്ല. ഇത് കേട്ട് മാമച്ചായൻ ചോദിക്കുന്നുണ്ട്, അതെന്താ കൂടെ വരാത്തത്? വരുന്നുണ്ടെന്ന് പറഞ്ഞ് ബാഗെല്ലാം പാക്ക് ചെയ്ത് ഇറങ്ങാൻ നിൽക്കുമായിരുന്നല്ലോ എന്നൊക്കെ മാമച്ചായൻ പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അങ്ങനെ ഇറങ്ങാൻ നിൽക്കുമായിരുന്നു, പക്ഷേ ഇപ്പോൾ വരുന്നില്ല, ഞാൻ അവളെ വിടുന്നില്ല എന്ന് പറയുന്നു. ഇത് കേട്ട് ഗ്രേസിയമ്മ പറയുന്നുണ്ട്, അവൾ തന്നെയാണ് പറഞ്ഞത് അവൾ മൂലം ഈ കുടുംബത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നും ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടെന്നും, അതുകൊണ്ടല്ലേ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. എന്നിട്ട് ഇപ്പോൾ വരുന്നില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാകുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അതേ ശരിയാകൂ. ഈ സമയം വൈജയന്തി റൂമിലായിരുന്നു. റൂമിൽ നിന്ന് വരുമ്പോൾ എന്താ കാര്യങ്ങളെന്നുള്ളത് മനസ്സിലാകുന്നില്ല. അപ്പോൾ മക്കളോട് കാര്യം അന്വേഷിക്കുകയാണ് വൈജയന്തി. എന്നിങ്ങനെ കൈകൊണ്ട് കാണിക്കുന്നുണ്ട് രോഹിത്. വീണ്ടും ഗ്രേസിയമ്മ പറയുന്നുണ്ട്, അലീന ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളൊന്നും തീരില്ലല്ലോ, ആ പ്രശ്നങ്ങൾ ഇനിയും കൂടിക്കൂടി വരികയല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അത് കൂടണം, ഇവിടുത്തെ പ്രശ്നം തീരണമെന്ന് ആർക്കാ ഇത്ര നിർബന്ധമുള്ളത്? എനിക്ക് നിർബന്ധമൊന്നുമില്ല എന്നൊക്കെ പറയുമ്പോൾ ഗ്രേസിയമ്മ വീണ്ടും ചോദിക്കുന്നുണ്ട്, അലീന ഇവിടെ നിൽക്കാതിരിക്കുന്നതല്ലേ നല്ലത്, അവൾ ഞങ്ങളുടെ കൂടെ വരുന്നതല്ലേ നല്ലത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്ന് ബാലേന്ദ്രൻ തീർത്തും പറയുന്നു. ഇതൊക്കെ കേട്ടിട്ടും വൈജയന്തിക്ക് ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല. എന്നിട്ട് പിള്ളേരോട് വീണ്ടും ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടെ നടക്കുന്നത് എന്ന്. അപ്പോൾ അവർ പറയുന്നുണ്ട്, അലീന പോണോ വേണ്ടേ എന്നുള്ള തർക്കമാണ് ഇവിടെ നടക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ വൈജയന്തിക്ക് മനസ്സിലാകുന്നുണ്ട് ബാലേന്ദ്രൻ വീണ്ടും അലീനയെ വിടാതിരിക്കുകയാണെന്ന്. എന്നിട്ടിപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, അതെ, എനിക്കിവളിവിടെ നിൽക്കുന്നത് എനിക്കിഷ്ടമല്ല, ഇവളിവിടെ നിൽക്കുന്നത് എനിക്കൊരു മനസമാധാനക്കേടാണ് എന്നൊക്കെ പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നു, നിനക്കങ്ങനെ മനസമാധാനക്കേടുണ്ടെങ്കിൽ അത് നീ അങ്ങ് മീനച്ചിലാറ്റിൽ കൊണ്ട് ഒഴുക്കി കളഞ്ഞാൽ മതി, അപ്പോൾ നിനക്ക് ചെറിയൊരു സമാധാനം കിട്ടും എന്നൊക്കെ ബാലേന്ദ്രൻ പറയുന്നത് കേട്ട് വളരെയധികം ദേഷ്യത്തോടെ വൈജയന്തി നിൽക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇവളിവിടെ നിൽക്കുന്നത് എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് തന്നെ ഇനി ഇവളെ പറഞ്ഞു വിടുന്നതിന് എനിക്ക് ഇവളുടെ അനുവാദമോ ആവശ്യമോ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ ഇത് കേട്ടുടനെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അത് ദേ ഇവിടെ നടക്കത്തില്ല, അതങ്ങ് കൈതക്കൽ വീട്ടിൽ ഇവിടെ നടക്കില്ല, ഇത് ബാലചന്ദ്രൻ്റെ വീടാണ് എന്നൊക്കെ പറഞ്ഞിപ്പോൾ അവർ പരസ്പരം വഴക്കിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് മാമച്ചായൻ പറയുന്നുണ്ട്, നിങ്ങളുടെ വഴക്ക് ഞങ്ങൾക്ക് കണ്ടുകൊണ്ട് നിൽക്കേണ്ട കാര്യമില്ല. അലീന ഇനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഈ വീടിൻ്റെ സമാധാനമില്ലാതാകുമെങ്കിൽ അവൾ ഞങ്ങളുടെ കൂടെ വരുന്നത് തന്നെയല്ലേ നല്ലത് എന്ന് ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഇല്ല, അവൾ ഇവിടെ നിൽക്കുന്നതാണ് എൻ്റെ മനസ്സമാധാനം. ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആയ എന്നേക്കാൾ കൂടുതൽ സമാധാനം വേണ്ടത് ആർക്കാണ് എന്നൊക്കെ ചോദിക്കുന്നത് കേട്ട് വളരെയധികം ദേഷ്യത്തോടെ നിൽക്കുന്നുണ്ട് വൈജയന്തി. ഇതൊക്കെ കേട്ട് ഇപ്പോൾ ഗ്രേസിയമ്മയും മാമച്ചായനും രേവതിക്കുട്ടിയൊക്കെ ഇപ്പം ആകെ വിഷമത്തിലാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നമ്മളെന്തിനാ ഇവിടെ നിൽക്കുന്നത്, നമുക്ക് പോയാലോ എന്നവർ പറയുന്നു. അലീനയും ആകെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അലീനയുടെ അടുത്തേക്ക് വന്നിട്ട് വൈജയന്തി ചോദിക്കുന്നുണ്ട്, നീ ഇന്നലെ സമ്മതിച്ചതല്ലേടി നീ എറണാകുളത്തേക്ക് പോയിക്കോളാമെന്ന്, എന്നിട്ട് നീ എന്താ പോകാത്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അലീന പറയുന്നു, ബാലേന്ദ്രൻ സാർ പറഞ്ഞിട്ടാണ് എന്ന്. ഉടനെ വൈജയന്തി ചോദിക്കുന്നുണ്ട്, ബാലേന്ദ്രൻ സാർ പറയുന്നത് നീ കേൾക്കേണ്ട കാര്യമുണ്ടോ, നിനക്കങ്ങ് പോയാൽ പോരായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, സാറ് പറയാതെ എനിക്ക് പോകാൻ പറ്റില്ല എന്ന്. അങ്ങനെ ഇപ്പോൾ വൈജയന്തിയോട് ദേഷ്യപ്പെടുന്നത് കണ്ട് വൈജയന്തി അലീനയോട് ദേഷ്യപ്പെടുന്നത് കണ്ട് ബാലേന്ദ്രൻ അവിടെ നിന്ന് വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, വൈജയ്, നീ അവളോട് കുരയ്ക്കാൻ വേണ്ടി നിൽക്കണ്ട, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, അല്ലാതെ അവൾക്കെതിരെ ഒരു ചെറുവിരൽ പോലും ഇവിടെ അനക്കാൻ പാടില്ല എന്ന് പറയുന്നു. ആകെ ദേഷ്യപ്പെട്ട് നിൽക്കുന്നുണ്ട് വൈജയന്തി. ഇത് കേട്ടപ്പോൾ ഗ്രേസിയമ്മ ചോദിക്കുന്നുണ്ട്, എന്തിനാ അലീന ഇവിടെ നിർത്തിയിരിക്കുന്നത് എന്ന്. ഞങ്ങളുടെ കൂടെ ഞങ്ങൾ അവളെ കൊണ്ടുപോകുക എന്ന് പറയുമ്പോൾ ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എന്നാ ഒരു കാര്യം ചെയ്യേ, നിങ്ങൾ അലീനയെ കൊണ്ടുപോകോ, എന്നിട്ട് ആ രേവതിക്കുട്ടിയെ അവിടെ നിർത്തിയേക്ക് എന്നൊക്കെ പറയുമ്പോൾ ഗ്രേസിയമ്മ പെട്ടെന്ന് തന്നെ രേവതിക്കുട്ടിയെ അടുത്തേക്ക് ചേർത്ത് നിർത്തുകയാണ്.
ഇത് കേട്ടപ്പോൾ ഗ്രേസിയമ്മ പറയുന്നുണ്ട്, ഇല്ല ഒരു ദിവസം പോലും ഞങ്ങൾ ഇവളെ മാറ്റി നിർത്തില്ല എന്നൊക്കെ പറയുമ്പോൾ ബാലേന്ദ്രനും പറയുന്നുണ്ട്, അത് തന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. അലീന നിങ്ങളുടെ കൂടെ വരുന്നില്ല, അവൾ വരും, പിന്നീട് ഒരിക്കൽ വരും, ഇന്ന് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ബാലേന്ദ്രൻ റൂമിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. ശേഷം ഇപ്പോൾ ഗ്രേസിയമ്മ അലീനയോട് വന്ന് പറയുന്നുണ്ട്, നിന്നോട് പോകണ്ടെന്ന് പറഞ്ഞത് ബാലേന്ദ്രനാണ്, പക്ഷേ നിനക്ക് പോരണമെങ്കിൽ ഞങ്ങളുടെ കൂടെ പോരാം, വരുന്നുണ്ടോ എന്ന് ഗ്രേസിയമ്മ ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, പറ്റില്ല ആൻറ്റി, അങ്ങനെ എനിക്ക് വരാൻ പറ്റില്ല, അതുകൊണ്ടാണ്, അതിലൊരു കാര്യമുണ്ട് എന്നും പറയുന്നു. ഇത് കേട്ടിപ്പോൾ ഗ്രേസിയമ്മയ്ക്ക് വളരെയധികം ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, പിന്നെന്തിനാണ് ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്, വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് അവരിപ്പോൾ പുറത്തേക്ക് പോകുന്നു. എന്നിട്ട് രേവതിക്കുട്ടി ഇപ്പോൾ അലീനയെ നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട്, ചേച്ചി ഞാൻ ഇനി എന്താ ചെയ്യേണ്ടതെന്ന്. ഉടനെ അലീന പറയുന്നുണ്ട്, മോളെ അതിനകത്തൊരു കാര്യമുണ്ട്, മോളെ ഞാൻ വിളിക്കാം, ഫോൺ വിളിച്ചെല്ലാം പറയാം എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് അവരിപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഗ്രേസിയമ്മ വളരെ ദേഷ്യത്തിൽ തന്നെയാണ്. എന്നിട്ട് ഗ്രേസിയമ്മ പറയുന്നുണ്ട്, നമുക്ക് ഇങ്ങോട്ട് വരേണ്ട ഒരാവശ്യവുമില്ലായിരുന്നു, ഇവൾ ഒറ്റൊരുത്തി കാരണമാണ് വന്നത് എന്നൊക്കെ രേവതിക്കുട്ടിയെ നോക്കി ഇങ്ങനെ ഗ്രേസിയമ്മ പറയുന്നു. ഇത് കണ്ടിപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, കണ്ടോ ചേച്ചി, ഇതിനെല്ലാം ഇനി മറുപടി പറയേണ്ടത് ഞാനല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ കൂടെ വരണമെന്ന് തന്നെയാണ് കരുതിയത്, പക്ഷേ ബാലേന്ദ്രൻ സാർ സമ്മതിക്കാതെ എനിക്ക് വരാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ, അങ്ങനെ അനുവദിക്കത്തില്ലെന്ന് നിനക്ക് നേരത്തെ അറിയത്തില്ലായിരുന്നോ എന്ന് മാമച്ചായൻ ചോദിക്കുന്നു. ഉടനെ അലീന പറയുന്നുണ്ട്, ഇല്ല, വേറൊരു സംഭവം ഉണ്ടായി, അതുകൊണ്ടാണ് ഞാൻ ഫോണിൽ അത് നിങ്ങളോട് വിളിച്ച് പറയാം എന്നൊക്കെ ഇപ്പോൾ അലീന അവരോട് പറയുന്നുണ്ട്. അങ്ങനെ അവരിപ്പോൾ വളരെ ദേഷ്യത്തോടെയാണ് അവിടെ നിന്ന് പോകുന്നത്. എന്നിട്ട് വീണ്ടും അലീന അവരുടെ അടുത്ത് എന്ന് പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ ആ സാഹചര്യം ഒന്ന് മനസ്സിലാക്കണം, എനിക്കിവിടെ നിന്ന് പോരാൻ പറ്റില്ല, ആ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം, നിങ്ങൾക്ക് എന്നോടൊന്നും തോന്നരുതേ എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരോടും സോറിയൊക്കെ പറയുന്നുണ്ട് അലീന. അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അവരങ്ങനെ വണ്ടിയിൽ കയറി തിരിച്ചു പോവുകയാണ്. അങ്ങനെ ഇപ്പോൾ ഇതെല്ലാം ബാൽക്കണിയിൽ നിന്ന് ബാലേന്ദ്രൻ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ രേവതിക്കുട്ടി വളരെയധികം വിഷമത്തിൽ തന്നെയാണ്. വളരെ സങ്കടത്തോടെ തന്നെ അലീനയോട് പോകുക എന്നിങ്ങനെ രേവതിക്കുട്ടി വിഷമിച്ച് പറയുന്നുണ്ട്. അങ്ങനെ അലീനയും വിഷമിച്ച് നിൽക്കുന്നുണ്ട്. തിരിഞ്ഞിങ്ങനെ നോക്കുമ്പം ബാൽക്കണിയിൽ ബാലേന്ദ്രൻ നിൽക്കുന്നത് കാണുന്നു. എന്നിട്ടിപ്പോൾ അലീന അകത്തേക്ക് കയറി വരികയാണ്. അങ്ങനെ ഇപ്പോൾ വളരെയധികം ദേഷ്യത്തോടെ വൈജയന്തി നിൽക്കുന്നുണ്ട്. വൈജയന്തിൻ്റെ കൂടെ രോഹിത്തും ബബിതയും ഉണ്ട്. എന്നിട്ട് വൈജയന്തി ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, നിനക്ക് അവരുടെ കൂടെ പോയാൽ പോരായിരുന്നോ, നീ എന്തിനാടി ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്, എത്ര പറഞ്ഞാലും കേൾക്കില്ല എന്നൊക്കെ വൈജയന്തി പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ പോയേനെ, എനിക്കൊരു വാശിയുമില്ലായിരുന്നു, പക്ഷേ അച്ഛൻ സമ്മതിക്കാത്തത് കൊണ്ടാണ് എന്ന് പറയുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, അവളുടെ ഒരു അച്ഛൻ, എടി നല്ല രീതിയിൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാനുള്ള ഒരവസരമാണ് നീ നഷ്ടപ്പെടുത്തിയത്, ഇനി നിൻ്റെ കാര്യം തീർന്നു എന്ന് നീ കൂട്ടിയാൽ മതി, കുറച്ച് കഴിയുമ്പോൾ എൻ്റെ ആങ്ങളമാരും ബന്ധുക്കളുമെല്ലാം ഇങ്ങോട്ട് വരും, അത് കഴിഞ്ഞാൽ നീ ഇല്ല, മാന്യമായിട്ട് ഇറങ്ങിപ്പോയിക്കോട്ടെ, രക്ഷപ്പെട്ടു പോയിക്കോട്ടെ എന്നൊക്കെ കരുതിയപ്പോൾ അപ്പോൾ അത് അവൾക്ക് വേണ്ട, നീ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ എന്നൊക്കെ വൈജയന്തി പറയുമ്പോൾ ഇപ്പോൾ വളരെ വിഷമിച്ച് ബാഗുമൊക്കെ എടുത്ത് റൂമിലേക്ക് പോകാൻ തുടങ്ങുകയാണ് അലീന. അങ്ങനെ അലീന റൂമിലേക്ക് പോകുന്നുണ്ട്. ശേഷം കുറച്ച് കഴിയുമ്പോൾ ഇപ്പോൾ പുറത്ത് 3-4 കാറൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. അങ്ങനെ വൈജയന്തിയുടെ ആങ്ങളമാരും ബന്ധുക്കളും എല്ലാവരും ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ അവർ വന്നത് കണ്ട് ഇപ്പോൾ അലീന പേടിച്ച് വേഗം തന്നെ ബാലേന്ദ്രൻ്റെ റൂമിലേക്ക് ചെന്നിരിക്കുകയാണ്. എന്നിട്ട് പേടിച്ചിങ്ങനെ അച്ഛ അച്ഛ എന്ന് വിളിക്കുന്നുണ്ട് ബാലേന്ദ്രനെ. എന്ത് പറ്റിയെന്നൊക്കെ ഇങ്ങനെ ബാലേന്ദ്രൻ തിരക്കുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, അച്ഛാ താഴെ കുറേ പേര് വന്നിട്ടുണ്ട്, അവർ കുറേ പേരുണ്ടല്ലോ, അച്ഛൻ തന്നെയല്ലേ ഉള്ളൂ, അച്ഛൻ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നും ഒരു പ്രശ്നവുമില്ല എന്നിങ്ങനെ ബാലേന്ദ്രൻ പറയുന്നു. അലീന ഇപ്പോൾ പേടിച്ചിട്ട് പറയുന്നുണ്ട്, അച്ഛൻ താഴേക്ക് പോകണ്ട എന്ന്. ഇത് കേട്ടിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അങ്ങനെ പോകാതിരുന്നത് ശരിയാകില്ലല്ലോ, ഒന്നും സംഭവിക്കില്ല, ഞാൻ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിട്ടുണ്ട്, അഥവാ അങ്ങനെ എന്തെങ്കിലും ഒരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ നീ 100-ൽ വിളിച്ച് പറഞ്ഞാൽ മതി എന്നൊക്കെ ബാലേന്ദ്രൻ പറയുമ്പോഴും വളരെയധികം ടെൻഷനോടെ തന്നെ നിൽക്കുകയാണ് അലീന. ഏതായാലും താഴേക്ക് ചെല്ലണമല്ലോ, ഞാൻ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റട്ടെ, കുറച്ച് ഡീസൻ്റായിട്ടൊക്കെ താഴേക്ക് ചെല്ലാം എന്ന് പറയുന്നു. അങ്ങനെ ഇപ്പം എല്ലാവരും അകത്തേക്ക് കയറി വരുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അവർ വന്നതിൻ്റെ സന്തോഷത്തിൽ വഴക്കൊക്കെ നടക്കുമല്ലോ എന്നുള്ള ആ ഒരു ഇതിൽ രോഹിത്തും ബബിതയൊക്കെ വളരെയധികം സന്തോഷത്തോടെ അവിടെ നിൽക്കുന്നുണ്ട്. വൈജയന്തി വളരെയധികം സന്തോഷത്തിലാണ്. എല്ലാവരോടും അകത്തേക്ക് കയറി ഇരിക്കാനൊക്കെ വൈജയന്തി പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും ചോദിക്കുന്നുണ്ട്, കൃഷ്ണമോൾ എവിടെയെന്ന്. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, കൃഷ്ണമോൾക്ക് ഒരുപാട് ക്ലാസ് മിസ്സായിട്ടുണ്ടായിരുന്നു, അത് കാരണം അവൾ സ്കൂളിൽ പോയി എന്ന് പറയുന്നു. ഉടനെ ശിവൻ ചോദിക്കുന്നുണ്ട്, അലീന അവളിവിടെ ഉണ്ടോ അതോ എറണാകുളത്ത് പോയോ എന്ന് ചോദിക്കുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ഇല്ല അവൾ ഇവിടെ തന്നെയുണ്ട്, ഇന്ന് പോകുമെന്നല്ലേ പറഞ്ഞത് എന്ന് ശിവൻ ചോദിക്കുന്നുണ്ട്. എന്നിട്ടെന്താ അവൾ പോകാഞ്ഞത് എന്ന് തിരക്കുന്നു. അവൾ പോകാനൊക്കെ റെഡിയായിട്ട് നിന്നതാണ്, ലാസ്റ്റ് വന്നപ്പം അവൾ കാലുവാരി എന്ന് വൈജയന്തി പറയുന്നു. കാലുവാരിയോ, അതെന്താ സംഭവം എന്ന് ശിവൻ ചോദിക്കുമ്പോൾ
ഉടനെ വൈജയന്തി പറയുന്നുണ്ട്, അവൾ പോകാനിറങ്ങിയപ്പോൾ ബാലേന്ദ്രൻ അവളെ അങ്ങോട്ടേക്ക് വിളിച്ചു. എന്നിട്ട് ബാലേന്ദ്രൻ അവളോട് എന്തോ പറഞ്ഞു. അന്നേരം തന്നെ അവൾ പോകുന്നില്ല എന്ന് തീരുമാനവും എടുത്തു എന്ന് പറയുന്നു. ഉടനെ ശിവൻ ചോദിക്കുന്നുണ്ട്, അവൾ പോകാമെന്ന് തീരുമാനിച്ചാലും ബാലേന്ദ്രൻ വിടില്ല അല്ലേ എന്ന് ചോദിക്കുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, അത് തന്നെയാണ് ഇവിടുത്തെ കാര്യം. അങ്ങനെ വൈജയന്തി അവരോട് കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ രാജീവൻ പറയുന്നുണ്ട്, അതൊക്കെ പിന്നെ ആകാം, ഞങ്ങൾ കല്യാണ ആലോചനയ്ക്ക് വേണ്ടി വന്നതൊന്നും അല്ലല്ലോ, അതുകൊണ്ട് ബാലേന്ദ്രനെ ഇങ്ങോട്ട് വിളിക്ക് എന്ന് പറയുന്നു. അങ്ങനെ ഇപ്പോൾ വൈജയന്തി ബബിതയോട് പറയുന്നുണ്ട് അച്ഛനോട് ഇങ്ങോട്ട് വരാൻ പറയാൻ. അങ്ങനെ ബബിത ഇപ്പോൾ പോകാൻ മടിക്കുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, മക്കളെ പോലും പേടിപ്പിച്ച് വെച്ചേക്കുവാണ്, അവർക്ക് പോലും മുകളിലേക്ക് കയറി ചെല്ലാൻ പേടിയാണ് എന്ന് പറയുന്നു. ഇത് കേട്ടിട്ടുണ്ടെ കമല പറയുന്നുണ്ട്, അലീനയ്ക്ക് മാത്രം ഏത് പാതിരാത്രിയിലും റൂമിലോട്ട് കയറി ചെല്ലുന്നതിന് ഒരു കുഴപ്പവുമില്ല, അത് ഭയങ്കര ഇഷ്ടമാണ് ബാലചന്ദ്രന് എന്നൊക്കെ ഇങ്ങനെ കുത്തി പറയുന്നുണ്ട് കമല. ഇത് കേട്ടിപ്പം വൈജയന്തി വീണ്ടും പറയുന്നുണ്ട്, ബബിതയോട് പറയുന്നു, ചെല്ലുമോളെ പോയി വിളിച്ചോണ്ട് വാ. അങ്ങനെ ഇപ്പം ബബിത മുകളിലേക്ക് വിളിക്കാനായി ചെല്ലുന്നു. ഈ സമയം അലീന റൂമിന് പുറത്ത് തന്നെ നിൽക്കുന്നുണ്ട്. ആകെ ടെൻഷനിൽ തന്നെയാണ് അലീന. അങ്ങനെ ബബിത വന്നിപ്പോൾ ഡോറിൽ തട്ടുന്നുണ്ട്. അച്ഛ എന്ന് വിളിക്കുമ്പോൾ എന്താ മോളെ എന്ന് ബാലേന്ദ്രൻ ചോദിക്കുന്നു. അച്ഛനോട് താഴേക്ക് വരാൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ ആര് പറഞ്ഞു എന്ന് ബാലേന്ദ്രൻ ചോദിക്കുന്നു. ഉടനെ ബബിത പറയുന്നുണ്ട്, അങ്കിളാ പറഞ്ഞതെന്ന് പറയുമ്പോൾ ഞാൻ വന്നോളാം എന്ന് പറയുകയാണ് ബാലചന്ദ്രൻ. അങ്ങനെ ബബിത ഇപ്പോൾ താഴേക്ക് പോകുമ്പോൾ അലീനയോട് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നീ ഇവിടെ തന്നെ നിന്നോണം, താഴേക്ക് ഇറങ്ങി വന്നേക്കരുതെന്ന്, റൂമിൽ കയറി കഥ കടച്ചിരുന്നോളാം, ഞാൻ വന്ന് വിളിച്ചിട്ട് താഴേക്ക് വരാവൂ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് തന്നെ അലീന വളരെയധികം ടെൻഷനിലും പേടിയിലും ഒക്കെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അലീന റൂമിലേക്ക് കയറി വാതിൽ കുറ്റിയിടുകയാണ്. ബാലേന്ദ്രൻ അങ്ങനെ അവരുടെ അടുത്തേക്ക് താഴേക്കും ഇറങ്ങി വരുന്നു. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.